KSRTC ബസ്സുകളിൽ ജെൻഡർ ടിക്കറ്റിംഗ് രേഖപ്പെടുത്തി തുടങ്ങി. സ്ത്രീ, പുരുഷൻ, ട്രാൻസ്ജെൻഡർ എന്നിങ്ങനെ പ്രത്യേകം അടയാളപ്പെടുത്തിയാണ് ടിക്കറ്റ് നൽകുന്നത്. സൗജന്യ യാത്രാ പദ്ധതി നിലവിൽ വരുമ്പോൾ എത്ര രൂപയുടെ ബാധ്യതയുണ്ടാകുമെന്ന് കണക്കാക്കാൻ കൂടിയാണ് പരിഷ്കരണം. സ്റ്റേജ് അടിച്ചിട്ട് മെയിലാണോ ഫീമെയിലാണോ എന്നുള്ള സെലക്ഷൻ കൊടുത്തിട്ട് മാത്രമേ ടിക്കറ്റ് എടുത്തുള്ളൂ. ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. അല്പം ടൈം കൺസ്യൂം ചെയ്യും. നേരത്തേക്കാൾ അല്പം ടൈം എടുക്കുന്നുണ്ട്. UDF സർക്കാർ സംസ്ഥാനത്ത് ഭരണത്തിലെത്തിയാൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുമെന്ന് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് KSRTC സ്ത്രീ പുരുഷ യാത്രക്കാരുടെ കണക്കെടുക്കുന്നത്. ഇലക്ട്രോണിക് ടിക്കറ്റിംഗ് മെഷീനുകൾ വഴി ടിക്കറ്റ് നൽകുമ്പോൾ ചെയ്യേണ്ട ഈ മാറ്റങ്ങൾ ETM സോഫ്റ്റ്വെയറിൽ വരുത്തിയിട്ടുണ്ട്. മെയിലാണോ ഫീമെയിലാണോ ഓപ്ഷൻ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം. ആ ഒരു വ്യത്യാസമാണ്. അപ്പോൾ ടൈം എടുക്കും. നേരത്തേക്കാണ് ബുദ്ധിമുട്ട് തിരക്കുള്ള സമയത്ത് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അല്ലാതെ പ്രശ്നമില്ല. ടിക്കറ്റ് ലഭിക്കുമ്പോൾ ഇത് ഉചിതമായി ഉൾപ്പെടുത്തുന്നുണ്ടെന്ന് യാത്രക്കാർ ഉറപ്പാക്കണമെന്നും KSRTC IT വിഭാഗം ഡെപ്യൂട്ടി ജനറൽ മാനേജർ നിഷാന്ത് എസ് പുറത്തിറക്കിയ ഉത്തരവിൽ നിർദ്ദേശിച്ചിരുന്നു. എല്ലാ ഡിപ്പോകളിലും ഈ നിർദ്ദേശം കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ യൂണിറ്റ് ഓഫീസർമാർക്ക് ആസ്ഥാനത്ത് നിന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സൗജന്യ യാത്രാ പദ്ധതി നിലവിൽ വരുമ്പോൾ എത്ര രൂപയുടെ ബാധ്യത ഉണ്ടാകുമെന്ന് കണക്കാക്കാൻ കൂടിയാണ് പരിഷ്കാരം. ന്യൂസ് ബ്യൂറോ, ചവറ.